ഹാഫ് ലൈവിൽ നമുക്ക് ഒത്തിരി മോഡൽസ് ഓവനിൽ വരുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള മോഡൽ ഏതാണെന്ന്? നമുക്ക് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ട് വരുന്നത് എൻസോ എന്ന് പറയുന്ന ഒരു മൈക്രോവേവിൻ്റെ ഓർഡറും അതുപോലെ തന്നെ മെഡോറ എന്ന് പറഞ്ഞൊരു സ്റ്റീം ഓവനുമാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും അതിൻ്റെ ബിസിനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി കുക്കിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് മെഡോറ എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ 81 കപ്പാസിറ്റിയാണ്, 81 ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ എമൗണ്ടിൽ നമുക്ക് ഈ കുക്ക് ചെയ്യുന്നത് ഒരു മൾട്ടിപ്പിൾ പർപ്പസ് എന്ന രീതിയിൽ ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്യുന്ന ഇഡ്ഡലി, പുട്ട്, അങ്ങനെയുള്ള സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് മുതൽ വലിയ ചിക്കൻ മുതൽ നമുക്ക് ഇതിൽ ഗ്രില്ല് ചെയ്യാൻ വരെ സാധിക്കും. സ്റ്റീമിങ്ങിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോയ്സ്ചർ കണ്ടന്റോട് കൂടെ എന്നാൽ പുറമേ നല്ല ഗ്രില്ലോട് കൂടെ ചെയ്യാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫംഗ്ഷനിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. ഇതിന് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ ഫോമാണ്. സോ നമുക്കിത് ടച്ച് ഫീൽ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു സ്റ്റീമിങ്ങിന് നമ്മൾ ഒരു പോർഷൻ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിലാണ് നമ്മൾ ഇതിൻ്റെ വാട്ടർ നിറയ്ക്കുന്നത്. 1.2 ലിറ്റേഴ്സോളം നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ സാധിക്കും. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നല്ല വാട്ടർ എടുത്തിട്ടായിരിക്കും ഈ സ്റ്റീമിംഗ് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ എക്സ്പ്രസ് പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. നമ്മൾ നോർമലി കുക്കിംഗ് നടത്തുമ്പോഴും അതിന് നമ്മളൊരു ആദ്യം ഒരു പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട്. അതായത് ഒരു 10 മിനിറ്റോ നമ്മളൊരു 150 ഡിഗ്രിയിലാണ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ 10 മിനിറ്റോ 20 മിനിറ്റോ പ്രീ ഹീറ്റിംഗ് ഇടുക എന്നൊരു പറയുന്ന ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ എക്സ്പ്രസ് ഹീറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന ടൈം ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ ആ ടൈം സെറ്റ് കൊടുത്തിട്ട് പ്രീ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പ്രീ ഹീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത ടൈം സ്റ്റാർട്ട് ചെയ്യുക. സോ എക്സ്ട്രാ നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു പ്രീ ഹീറ്റിങ്ങിന് ടൈം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും അതുപോലെ അതിൻ്റെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടും നിങ്ങൾക്ക് സൺസിറ്റിയുടെ ബ്രാഞ്ച് സന്ദർശിക്കാം. തൃശ്ശൂർ നമുക്ക് 2 ഷോറൂം വരുന്നുണ്ട്, കോലത്തുംപാടത്തും അതുപോലെ പൂങ്കുന്നത്തും. ഒപ്പം തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാം.